നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇൻഡിഗോ വിമാനത്തിന് ബോംബ് ഭീഷണി. ബോംബ് ഭീഷണിയെ തുടർന്ന് ഇൻഡിഗോയുടെ ജബൽപൂർ ഹൈദരാബാദ് വിമാനം വഴിതിരിച്ചുവിട്ടു. നാഗ്പൂരിൽ എല്ലാ യാത്രക്കാരെയും ഇറക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ ബോംബ് ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ സുരക്ഷാ പരിശോധനകൾ നടത്തിയെന്നും ഇൻഡിഗോ പ്രസ്താവനയിലൂടെ അറിയിച്ചു. യാത്രക്കാർക്ക് വേണ്ടുന്ന സഹായവും ലഘു ഭക്ഷണവും ഒക്കെ നൽകി. ഏതെങ്കിലും രീതിയിൽ അസൗകര്യം ഉണ്ടായതിൽ ഞങ്ങൾ ആത്മാർത്ഥമായി ഖേദിക്കുന്നുവെന്നും എയർലൈൻ ക്ഷമാപണം നടത്തിയിരിക്കുകയാണ് യാത്രക്കാരോട്. വിമാനത്താവളങ്ങൾക്കും ആശുപത്രികൾക്കും നേരെയുള്ള വ്യാജ ബോംബ് ഭീഷണികൾ അടുത്ത കാലത്തായി വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ്. ജൂൺ 18-ന് ജയ്പൂർ, ചെന്നൈ, വാരണാസി എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ 41 വിമാനത്താവളങ്ങൾക്ക് ഇമെയിലുകളിലൂടെ ബോംബ് ഭീഷണി ഉണ്ടായി. ഇതേ തുടർന്ന് മണിക്കൂറുകളോളം നീണ്ടുനിന്ന വിപുലമായ ആന്റി സാബോട്ടേജ് പരിശോധനകൾക്ക് കാരണമായി. എന്നാൽ എല്ലാ ഭീഷണികളും വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. വ്യാജ ബോംബ് ഭീഷണികളും സന്ദേശങ്ങളും ഫ്ലൈറ്റ് ഷെഡ്യൂളുകളെ വലിയ രീതിയിലാണ് തടസ്സപ്പെടുത്തുന്നത്. എല്ലാ യാത്രക്കാരെയും അവരുടെ ലഗേജുകളുടെയും മുഴുവൻ വിമാനത്തിന്റെയും സമഗ്രമായ പരിശോധന. ഇത്തരത്തിലൊരു ബോംബ് ഭീഷണി വരുമ്പോൾ എല്ലാ യാത്രക്കാരുടെയും അവരുടെ ലഗേജുകളുടെയും മുഴുവൻ വിമാനത്തിന്റെയും സമഗ്രമായ ഒരു പരിശോധന ആവശ്യമായി വരും. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഇത്തരം പ്രവൃത്തികളിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്ക് 5 വർഷത്തെ വിമാനയാത്രാ വിലക്ക് അടക്കം നിർദ്ദേശിക്കുന്നുണ്ട്. നേരത്തെ ഓഗസ്റ്റ് 22-ന് മുംബൈയിൽ നിന്ന് വന്ന എയർ ഇന്ത്യ വിമാനത്തിന് ബോംബ് ഭീഷണി ഉണ്ടായി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സമ്പൂർണ്ണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. രാവിലെ 8 മണിയോടെ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു. ഐസൊലേഷൻ ബേയിലേക്ക് നയിച്ചു. 8:44 യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കുകയും ചെയ്തു. രാവിലെ 7:30 വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിന് സമീപം എത്തിയപ്പോഴാണ് പൈലറ്റ് ഇത്തരത്തിലൊരു ബോംബ് ഭീഷണി ഉണ്ട് എന്ന കാര്യം അറിഞ്ഞത്. 135 യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ജൂൺ 17-ന് ദുബായിലേക്കുള്ള വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന വ്യാജമായ ഒരു ഭീഷണി ഉണ്ടായി. ഡൽഹി എയർപോർട്ടിലേക്ക് ഇമെയിൽ അയച്ചിരുന്നു ആരോ. 13 വയസ്സുള്ള ആൺകുട്ടിയെ അധികൃതർ കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ ഒരു കേസിൽ. ഇമെയിൽ കിട്ടിയതിനെ തുടർന്ന് എയർപോർട്ട് അധികൃതർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അതീവ ജാഗ്രത നിർദ്ദേശം നൽകുകയും ചെയ്ത സംഭവമൊക്കെ ഈയിടയ്ക്കുണ്ടായതാണ്. മാത്രമല്ല, നേരത്തെ മുംബൈയിലുടനീളമുള്ള 60ഓളം ആശുപത്രികൾക്ക് ബോംബ് വെച്ചിട്ടുണ്ട് എന്ന ഭീഷണി വ്യാജ ഇമെയിലുകൾ കിട്ടുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ സ്വകാര്യ ആശുപത്രികളും പൊതു ആശുപത്രികളും ഉൾപ്പെട്ടിരുന്നു. എല്ലാ ഇമെയിലുകളും വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചായിരുന്നു ആശുപത്രിയുടെ പൊതു മെയിൽ ഐഡിയിലേക്ക് അയച്ചതെന്നും മുംബൈ പോലീസ് അറിയിച്ചിരുന്നു. തിരുവനന്തപുരത്തേക്ക് വന്ന എയർ ഇന്ത്യ വിമാനത്തിന് ബോംബ് ഭീഷണി ഉണ്ടായ സംഭവത്തിൽ ഇങ്ങനെയായിരുന്നു അത്. വിമാനത്തിന്റെ ശുചിമുറിയിൽ ടിഷ്യൂ പേപ്പറിൽ എഴുതിയ ഭീഷണി സന്ദേശം കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോൾ റൂമിനെ വിവരം അറിയിച്ചു. പിന്നാലെ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്ത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. യാത്രക്കാരെ ഇറക്കിയ ശേഷമായിരുന്നു പരിശോധന നടത്തിയത്. ബോംബ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ലാൻഡിങ്ങിന് കൂടുതൽ സുരക്ഷ ഒരുക്കിയിരുന്നു. മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന AI657 എന്ന വിമാനമാണ് ബോംബ് ഭീഷണിയെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. രാവിലെ 7:30യോടുകൂടി എത്തിയ വിമാനം ഉടൻ തന്നെ ഐസൊലേഷനിലേക്ക് മാറ്റുകയായിരുന്നു. പൈലറ്റിന് കിട്ടിയ ഒരു ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിലാണ് ബോംബ് വിമാനത്തിലുണ്ടെന്ന് അധികൃതർ ആദ്യം സംശയിച്ചത്. പൈലറ്റിന്റെ സന്ദേശത്തെ തുടർന്ന് അടിയന്തര ലാൻഡിങ്ങിനുള്ള സംവിധാനങ്ങൾ ചെയ്തു. മാത്രമല്ല, അടിയന്തരാവസ്ഥ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എയർഫോഴ്സും ആംബുലൻസും എല്ലാം രംഗത്തെത്തിയിരുന്നു. പിന്നീട് ഇതൊരു വ്യാജ സന്ദേശമാണെന്ന് കണ്ടെത്തിയിരുന്നു. ഒരുപാട് ഇത്തരത്തിൽ ബോംബ് ഭീഷണി, വിമാനങ്ങൾക്ക് ബോംബ് ഭീഷണി, വ്യാജമായിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ തുടരെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. വലിയ രീതിയിലാണ് ഇത് സർവീസുകളെയും യാത്രക്കാരെയും ജീവനക്കാരെയും ഒക്കെ ബാധിക്കുന്നത്. ഇപ്പോൾ വീണ്ടും അത്തരത്തിലൊരു സന്ദേശം ഉണ്ടായിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.